രുചി വൈവിധ്യങ്ങൾ തേടിയുള്ള റിയൽ ന്യൂസ് കേരളയുടെ ഇന്നത്തെ യാത്ര നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു ലാൻഡ്മാർക്കായ സ്പോർട്സ് ഹബിന് മുമ്പിലാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ടെക്നോ പാർക്ക് ഇതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്കീസ് ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ ആണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ താമസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല വിഭവം അല്ലെങ്കിൽ നല്ല ഫുഡ് എവിടെ കിട്ടും എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ബെയ്ത്ത് അൽ മന്തി എന്ന് പറഞ്ഞ കുഴിമന്തിയുടെ ഒരു ഷോപ്പിലേക്കാണ്. കുഴിമന്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു അറേബ്യൻ വിഭവമാണ് എങ്കിൽ കൂടി കേരളത്തിൽ അത് കുഴിയിലുണ്ടാക്കുന്ന ഒരു ഐറ്റം എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത്. അതിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. അത് ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിലും കഴിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിഭവമാണ് കുഴിമന്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത്. ബെയ്ത്ത് അൽ മന്തിയിലെ കുഴിമന്തി യാത്രയിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഈ ഒരു കുഴിമന്തിയും അൽഫാമും ഒക്കെ ടേസ്റ്റ് ചെയ്ത് എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. രുചി വൈവിധ്യങ്ങൾ തേടിയുള്ള റിയൽ ന്യൂസ് കേരളയുടെ യാത്ര. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കഴക്കൂട്ടത്തിനടുത്തുള്ള ബെയ്ത്ത് അൽ മന്തി എന്ന കുഴിമന്തിയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ബെയ്ത്ത് അൽ മന്തിയുടെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സോ എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഹിസാമുദ്ദീൻ. ട്രിവാൻഡ്രം സെറ്റിൽഡ് ആണോ? അല്ല, ഫ്രം മലപ്പുറം. ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? കോഴിക്കോട്, മലപ്പുറം. 4ാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. വേറെ ബ്രാഞ്ച് എവിടെയൊക്കെയാണ്? വേറെ കോഴിക്കോട് ഫറൂഖിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ശരി. ഏകദേശം 2 വർഷം മുമ്പ്. അവിടെ വിജയിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഈ സൈഡ് പിടിച്ചു. ആദ്യം തൃശ്ശൂർ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ അടുത്തുള്ള കയ്പമംഗലമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ശരി. അവിടെയും ഫുഡ് ഏകദേശം ക്ലിക്കാണെന്ന് കണ്ടപ്പോൾ അതെ നമ്മൾ തൃശ്ശൂർ തന്നെയുള്ള ചാലക്കുടിയിൽ സ്റ്റാർട്ട് ചെയ്തു. ചാലക്കുടി അപ്പോൾ അവിടെയും കുഴപ്പമില്ല. ശരി. നല്ല സെയിൽസ് ആയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് തലസ്ഥാന നഗരിയിലേക്കൊന്ന് പിടിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ആദ്യം ഒരു കലയുടെ തലസ്ഥാനത്തേക്ക് പോയി, അത് കഴിഞ്ഞ് സാംസ്കാരിക തലസ്ഥാനത്തേക്ക് പോയി, ഇപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു 3-4 ബ്രാഞ്ചസും എല്ലാം വളരെ നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹിറ്റ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന റെസിപ്പി, നിങ്ങളുടെ ആ ഒരു ടേസ്റ്റും തന്നെയാണ് അല്ലേ? എന്തൊക്കെയാണ് ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ട്രേഡ് മാർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അത് ഒന്ന്, നമ്മൾ ഫുഡ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മെയിനായിട്ടുള്ള ഒരു ഫസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. അതിനാണ് നമ്മൾ കൂടുതൽ പ്രിവിലേജ് കൊടുക്കുന്നത്. പിന്നീട് റെസിപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കൃത്യമായിട്ടുള്ളൊരു ഗവേഷണം എന്ന് തന്നെ പറയുന്ന രൂപത്തിൽ നമ്മുടെ കുക്ക് ഇതിൻ്റെ പിറകിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഏതെല്ലാം സ്ഥലത്ത് ഇത് വിജയിക്കും എന്നുള്ളൊരു പരീക്ഷണം കൂടി നടത്തിയതിന് ശേഷമാണ് ഒരു സ്ഥലത്ത് നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ശരി. ഒരു ഏരിയയിൽ ചെന്നിട്ട് അവിടെയുള്ള മുഴുവൻ ഭക്ഷണങ്ങളും കഴിച്ചിട്ട് ഈ ഒരു ഫുഡുമായിട്ട് നമ്മുടെ ഫുഡിൻ്റെ റെസിപ്പി കോമ്പീറ്റ് ചെയ്ത് പോകുമോ എന്നതിന് കൃത്യമായിട്ടുള്ളൊരു വിശകലനം നടത്തിയതിന് ശേഷം മാത്രമേ ഏതൊരു സ്ഥലത്തായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. അത് അപ്കമിങ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിന് എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു വേർഡ്സ് എന്ന് പറയുന്നത് ഒരു പാഠമാണ്. കാരണം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്, എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് എന്താണ് എന്നുള്ളതെല്ലാം ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ശ്രീ നിസാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ടെക്നോ പാർക്ക് ഏരിയ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം
എന്താണ്? ടെക്നോ പാർക്ക് ഏരിയ ഒരു ഫുഡ് ഹബ്ബ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ശരി. നമ്മൾ ചെന്നൈയെ IT ഹബ്ബ് എന്ന് പറയുന്നത് പോലെ കഴക്കൂട്ടം എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് ഏരിയ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഹബ്ബാണ്. ഏകദേശം ഒരു 3 or 4 കിലോമീറ്റേഴ്സ് സറൗണ്ടിങ് ഫുള്ള് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അതെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഏരിയക്ക് എങ്ങനെയായാലും കൂടുതൽ ഫുഡ് തേടി ആളുകൾ വരും. ആ വരുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഫുഡ് ക്ലിക്കാവും എന്നുള്ളൊരു വിശ്വാസം, അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന ഒരു ഏരിയ, അത് അവരെ എത്തിച്ചേരുന്ന ഒരു ഏരിയയിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിച്ചു പോകും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഫുഡുകളൊക്കെ നിങ്ങൾ പറഞ്ഞ ഒരുപാട് ഫുഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടും നമ്മുടെ ടേസ്റ്റിനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളൊരു ടേസ്റ്റ് ഇവിടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ശരിയാണ്. അത് നമ്മളെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രേരിപ്പിക്കാനുള്ള ഒരു ഫാക്ടർ കാര്യമാണ്. ശരിയാണ്. കാരണം ടെക്നോ പാർക്ക് കഴക്കൂട്ടം സൈഡിലേക്ക് വരുവാണെങ്കിൽ എൻ്റയർ തിരുവനന്തപുരം നോക്കുകയാണെങ്കിലും ഒരു വടക്കൻ സ്റ്റൈല് ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു അറബിക് സ്റ്റൈല് ടേസ്റ്റ് പ്യുവർലി അതിൻ്റെ ട്രഡീഷണലിൽ തന്നെ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബെയ്ത്തൽ മന്തി വ്യത്യസ്തമാക്കുന്നത്, മറ്റ് റെസ്റ്റോറൻറ്റ്സിനെ അപേക്ഷിച്ച് വ്യത്യസ്തമാക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്തൊക്കെ വെറൈറ്റീസ് ഇപ്പോൾ കുഴിമന്തി അല്ലാതെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നമ്മളൊരു പോളിസി എന്ന് പറയുന്നത് ഒരേ ഒരു ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ മാക്സിമം എത്രത്തോളം ക്വാളിറ്റീഡ് ആക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കുഴിമന്തിയുടെ ഒരു 3 ഐറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്ന് കുഴിമന്തി, ആ മന്തിയിലെ ചിക്കനും കുഴിമന്തിയുടെ റൈസുമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മട്ടൻ മന്തി ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സംഭവം മട്ടനാണ്. ഒരുപക്ഷെ ബീഫിനേക്കാളും ചിക്കനേക്കാളൊക്കെ ഡിമാൻഡ് ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്യുന്നത് മട്ടനാണ്. അതൊക്കെ അപ്പോൾ മട്ടൻ മന്തി ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവെ ഈ മന്തിയിലെ ചിക്കൻ എന്ന് പറയുന്നത് സ്പൈസി കുറവായിട്ടുള്ളൊരു സംഭവമാണ്. ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റാണ്. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്നുള്ളത് പോലെ നമ്മൾ അൽഫാം ചെയ്യുന്നുണ്ട്. ശരി. അൽഫാം ഒന്നുകൂടെ സ്പൈസിയാണ്, കുറച്ച് ഹാർഡാണ്, കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഈ അൽഫാമിൻ്റെ ടോട്ടൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മന്തിയിൽ നിന്ന്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു മറുപുറം എന്ന പോലെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൽഫാമും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നു. ശരി. നിങ്ങളുടെ ഒരു റെസ്റ്റോറൻറ്റ് ടൈമിങ്സ് എങ്ങനെയാണ്? നമ്മൾ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഉച്ചക്ക് 12:15 മുതൽ ഏകദേശം രാത്രി 11 മണി വരെ. ഓക്കെ. അതെ. ശരി. അപ്പം ടെക്കീസിനും ട്രിവാൻഡ്രത്ത് വ്യത്യസ്തമായ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ വിചാരിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ബെയ്ത്തൽ മന്തി എന്ന് പറയുന്ന ഈ ഒരു കുഴിമന്തിയുടെ സ്പെഷ്യലൈസ്ഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള 3 വെറൈറ്റീസിലുള്ള കുഴിമന്തി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൽഫാം. ഇത് എക്സ്ക്ലൂസീവ്ലി ഇതിനു വേണ്ടി മാത്രം അവർ അതിൻ്റെ എല്ലാ എഫേർട്ടും നിർത്തിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് പ്യുവർലി ട്രഡീഷണലായിട്ട് തന്നെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഫോമിലാണ് ഈ ഒരു കുഴിമന്തി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കുഴിമന്തിയെക്കുറിച്ച് കൂടുതൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളൊക്കെ കുറിച്ച് എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയണ്ടേ, അതിനെയൊക്കെ കുറിച്ച് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കുഴിമന്തി എന്നുള്ളത് ഈ ഒരു സംഭവം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ റെഡിയാക്കി എടുക്കുന്നത്, പ്രിപ്പറേഷൻ പഠിക്കണം. അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ പോവാം. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട്. ശരി. അപ്പോൾ ആദ്യം ലിറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ശരി. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ഓയിൽ ഉപയോഗിക്കും. ഓക്കെ. ഈ മന്തിയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് അല്ലേ, ഏറ്റവും കുറച്ച് ഓയിൽ ആണ് എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ ഇതിന്. പക്ഷേ ഇതിന് ഓയിൽ കൺസംഷൻ വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. ഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ആകെ 35 കിലോ ഉണ്ടാക്കാണ്. നമ്മളൊരു 1 ലിറ്റർ ഓയിൽ. 35 കിലോ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 1 ലിറ്ററിൻ്റെ ഓയിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഏകദേശം ഇതൊന്ന് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി. ഓക്കെ. ഉള്ളി അതിലേക്കാണ്
പിടിക്കാൻ വേണ്ടി ഒരു പരുവായതിനു ശേഷം നമ്മൾ വ്യഞ്ജനങ്ങളായിട്ടുള്ള പട്ട ഇട്ടു, കുരുമുളക് ഇട്ടു, പിന്നെ ഏലക്ക ഇട്ടു, പിന്നെ ഉണക്കനാരങ്ങ ഇട്ടു. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി ഇതെല്ലാം കൂടി പിന്നെയും ഒന്നും കൂടി ആ ഓയിലിൽ കടന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞത് അതും ആ ക്യാപ്സിക്കവും ഇതുമായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ വെളുത്തുള്ളി ശരിക്ക് നല്ല അരച്ച് പാകമാക്കിയ വെളുത്തുള്ളി അത് ഇതിലേക്ക് ഇട്ടു. ഇത് മൊത്തം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, എത്ര കിലോ ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് പ്രൊപ്പോർഷനായിട്ടുള്ള അളവിലുള്ള വെള്ളം പാകും. ശരി, അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഇവിടെ ഇന്ന് ആവട്ടെ, നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോകാം അല്ലേ? നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ട് നമുക്ക് കഴിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഇതെല്ലാം മസാല കൂട്ടുകളൊക്കെ ഇട്ട് റൈസൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് അതിനേക്ക് ഇറക്കി വെച്ചിരുന്നു. നമ്മളിത് ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ടല്ലേ? 2 മണിക്കൂറായി കഴിഞ്ഞു. നമുക്ക് ഇതിനെ അത് തിരിച്ചെടുക്കണം. നമ്മുടെ കുഴിമന്തി കുഴിയിലാണിപ്പോൾ. ആ കുഴിയിൽ നിന്ന് നമുക്ക് മേളിലേക്ക് എടുക്കണം, അതിൻ്റെ ടേസ്റ്റ് അറിയണം. നമുക്കിത് എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്തേക്കുന്നത്. ഒരു ശകലം പോലും എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ലോണം കവർ ചെയ്താണ് ഇത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ചുറ്റും നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് പുറത്തേക്ക് എടുക്കാം. ആദ്യം ഇതിന്ന് ചിക്കനാണ് പുറത്തേക്ക് എടുക്കുന്നത്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നല്ലോണം വെന്തിട്ട് അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ റൈസിലുള്ള ആവി കൊടുത്തിട്ടാണ് ഈ ഒരു ചിക്കൻ വേവിച്ചെടുത്തേക്കുന്നത്. ഒട്ടും തന്നെ ഓയിലൊന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല. സ്പൈസി ആയിട്ടുള്ള ഐറ്റം. ശരി. അപ്പോൾ മന്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പൈസി അല്ല. ഓക്കെ. അപ്പോൾ ഇൻ കേസ് സ്പൈസി വേണം എന്നുള്ളവർ, ഓക്കെ, സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ഇതുള്ള ഓപ്ഷനായിട്ട് അൽഫാം ചെയ്യുന്നത്. ശരി. ഇതിൻ്റെ എങ്ങനെയാണ് മാരിനേഷൻ, അതിൻ്റെ മസാല കൂട്ടുകളൊക്കെ എങ്ങനെയാണ്? മസാല കൂട്ടുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ കോംബോ ആണ്. അപ്പോൾ
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല, ശരി, അങ്ങനെ ഒരുപാട് ഐറ്റം മസാലകൾ. ഓക്കെ, അതൊരു പ്രത്യേക ഒരു മെയിൻ പ്രൊപ്പോസലാണ്, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ട് വെക്കുന്നതാണ്. അത് നമ്മൾ ചിക്കൻ സ്പെഷ്യൽ കട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. ശരി, കാരണം ഇതിൻ്റെ മീറ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡീപ്പസ്റ്റ് പോർഷനിൽ വരെ ഈ മസാല എത്തുന്ന രൂപത്തിൽ അത് പുരട്ടും. ഈ മസാല പുരട്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അത് സെറ്റ് ആകാൻ വേണ്ടി ഇതുപോലെ മാറ്റി വെക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു റെസിപ്പി ഓഫ് മസാലയുണ്ട്. ആ മസാലകളും പിന്നെ നമ്മുടെ നാടൻ വിഭവങ്ങൾ, മറ്റും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചാറ്റ് മസാല, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഒരു പ്രത്യേക രീതിയിലാണ് അൽഫാമിന് വേണ്ടി കട്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ എല്ലാ അകത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒരു പീസ് എടുക്കുമ്പോൾ നമുക്ക് മുകളിൽ മാത്രം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ പോരാ, ഉള്ളിൽ നിന്നും കൂടെ കിട്ടണം അല്ലേ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്കാണ് ആ ഒരു കട്ടിങ് വരുന്നത്. ആ കട്ടിങ് ചെയ്തിട്ട് ആ മസാലയും പുരട്ടി അത് കുറച്ച് നേരം അതിൻ്റെ ഒരു മാരിനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ പ്രോസസ്സ് അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചേക്കും. അതിന് ശേഷമാണ് കുക്കിങ്ങിൻ്റെ പ്രൊസീജിയർ തുടങ്ങുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അതെ, കുക്കിങ്ങിൻ്റെ പ്രൊസീജിയറിലേക്ക്. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസാണ്. അതിനെ നമ്മൾ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രില്ലിൽ ഏകദേശം 2 ഫുള്ള് അൽഫാം, അതായത് 8 പീസസ്, അത്രയും നിറയുന്ന രൂപത്തിൽ ഇത് വെക്കും. ഇത് നമ്മൾ ആ കണ്ണിൽ വെച്ച് വെച്ച് ആദ്യം ഹാഫ് റോസ്റ്റ് ചെയ്യും. ഈ ഹാഫ് റോസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചിക്കൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നീരുണ്ടാവും. അതെ, അത് പുറത്ത് വരും. ശരി, അത് പുറത്ത് വന്ന് ഏകദേശം ചിക്കൻ ഡ്രൈ ആവാൻ തുടങ്ങും. ഈ ഡ്രൈ ആയി ഹാഫ് റോസ്റ്റ് ആയി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. പിന്നെ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫുൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് കൂടുതൽ സ്പൈസി വേണോ, ഓക്കെ, നോൺ സ്പൈസി വേണോ എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യുന്ന ആ സമയത്താണ് അല്ലേ. കസ്റ്റമറിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് നമുക്ക് കൊടുക്കാം. സെക്കൻഡ് പ്രൊസീജിയർ മാത്രമല്ല ഫ്രഷ് ആയിട്ട് കൊടുക്കാം. ശരി, ഓക്കെ, ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളത് പിന്നീട് നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാം. ശരി, ഈ ഒരു കനലിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓയിലി ഒന്നും വരുന്നില്ല അല്ലേ, ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അതായത് ഫാറ്റി ഫുഡ് അല്ലാത്ത രൂപത്തിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല കനലിലാവുന്നത് കൊണ്ട് വേറെ ഒരുപാട് എഫക്റ്റുകളൊന്നുമില്ല. ഇത് തിരിച്ചും മറിച്ചും. അതെ, രണ്ട് സൈഡും നല്ലതുപോലെ അതിന് ഒരു ഡെഫിനിറ്റ് ടൈമുണ്ട്. ശരി, ആ ടൈമിൽ ആണ് ഇത് ഹാഫ് ബോയിൽ. അപ്പോൾ 2 പാർട്ടും ഒരേ ടൈമിൽ ഈ 2 പോർഷനും അപ്പർ സൈഡും അതേപോലെ ബോട്ടം സൈഡും ഒരേപോലെ എന്താവണം, കുക്കായി വരണം. അതെ, റോസ്റ്റ് ആയി വരണം. ആ റോസ്റ്റ് ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് എത്ര സമയം എടുക്കും ഇതൊന്ന്? ഓൾമോസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് വരെ ഏകദേശം ഈ ടൈമിൽ ഫസ്റ്റ് റൗണ്ടിൽ കടക്കണം. പിന്നെ നമുക്കൊരു 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം, ഫൈനലാവും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഒരു എന്ത് തരം ഡിഷാണ്? ഒരു അറബിക് ഡിഷായിട്ടാണ് വരുന്നത്. ഇത് ഒറിജിൻ അറബിക് തന്നെയാണ്. ശരി, ഏകദേശം ഈ മന്തിയുടെ കുറച്ചുകൂടെ മുമ്പ് അറേബ്യയിൽ നിന്നിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള അവരായിരിക്കും. ശരി, പ്യുവർലി നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മസാലകൾ തന്നെയാണോ എടുക്കുന്നത്? അതെ, നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മസാലകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ശരി, അതെ, ഓക്കെ. അപ്പം ഒറിജിനൽ ഫോം ഓഫ് അൽഫാം തന്നെയാണ്. അതെ, അതെ, ഓക്കെ. അപ്പം നമ്മുടെ ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മസാലയിലും പ്യുവറായിട്ടുള്ള ഒറിജിനൽ അൽഫാമാണ് ഇവിടെ ബെയ്ത്ത് അൽ മന്തിയിലേക്ക് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ മസാല കൂട്ടുകളാണെങ്കിലും അതിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും കറക്റ്റായിട്ട് ഒറിജിനൽ ഫോമിൽ തന്നെയാണ് അവരത് കുക്ക് ചെയ്തെടുക്കുന്നത്. വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽഫാമും അതുപോലെ നമ്മുടെ കുഴിമന്തിയും മട്ടൺ മന്തിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിതിൽ ഏതാദ്യം കൈവയ്ക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ നമ്മൾ കണ്ടു. ഓരോ രീതികളിൽ എങ്ങനെയൊക്കെയാണ് ഒരു പ്രോസസ്സ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിന് നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ശ്രീ നിസാമിനോട് ചോദിക്കാം നമുക്ക് ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും എന്തൊക്കെയാണ് അതിന് മുന്നിലെ ശ്രമങ്ങളെക്കുറിച്ചും ഒക്കെ
ഓക്കെ, ഇത് ഇപ്പോൾ നമുക്ക് ആദ്യം കുഴിമന്തിയിലേക്ക് തന്നെ തുടങ്ങാം. അതെ, ആദ്യം കുഴിമന്തിയിൽ നമ്മൾ ഇപ്പോൾ 3 തരം കുഴിമന്തി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഇതിൽ ഇപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഏത് ടൈപ്പാണ്? ആദ്യം നമുക്ക് ചിക്കൻ മന്തി എടുക്കാം. ചിക്കൻ മന്തി നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും, ചിക്കൻ അത്ര ഹാർഡാവില്ല, സോഫ്റ്റ് ആയിരിക്കും. ശരി. അതുപോലെ കൂടുതൽ സ്പൈസി ആവില്ല. അത്തരത്തിൽ ഒരു ഫുൾ ചിക്കൻ നമ്മൾ 4 പോർഷനായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ശരി. ഒരു ഫുൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 4 പേർക്ക് കഴിക്കാനുള്ള ശരി ക്വാണ്ടിറ്റി. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും സോഫ്റ്റാണ്, ഒരുവിധം സ്പൈസി അല്ല, സിമ്പിളായിട്ട് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മയോണൈസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി. അത് ഇത് ഒന്നുകൂടി സോഫ്റ്റായിട്ട് ഒന്നുകൂടി ഈസി ആയിട്ട് കഴിക്കാൻ കൂടി ഈസിനെസ്സിന് വേണ്ടിയിട്ട് മയോണൈസും ഒരു വെജിറ്റബിൾ സോസും നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അൽഫാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അൽഫാം മന്തിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒന്നുകൂടി സ്പൈസി ആയതുകൊണ്ട് തന്നെ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അൽഫാം. ഈ അൽഫാമിൻ്റെ കൂടെ നമ്മളിവിടെ കുബൂസും കൊടുക്കുന്നുണ്ട്, കുഴിമന്തിയുടെ റൈസ്, രണ്ട് കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ 2 കോമ്പിനേഷനും വലിയൊരു എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉള്ളതാണ്, നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ നമ്മുടെ മോസ്റ്റ് സ്പെഷ്യൽ ഐറ്റമാണ് മട്ടൻ മന്തി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നമുക്ക് അധികം മട്ടൻ മന്തി കിട്ടാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും മട്ടൻ മന്തിയിൽ തന്നെയാണ്. ഓക്കെ. ഇവിടുത്തെ ടേസ്റ്റ് മറ്റുള്ള എല്ലാ ഷോപ്പിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ മട്ടൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മട്ടൻ്റെ ടേസ്റ്റ് കഴിച്ച് നോക്കിയാൽ അറിയാം, മട്ടൻ്റെ ടേസ്റ്റ് മറ്റുള്ള എല്ലാ മന്തി ഷോപ്പിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇപ്പം ചിക്കൻ എല്ലാം ഇങ്ങനെ ഗ്രില്ലിൽ പീസസ് ആക്കി വെച്ചിട്ട് നമ്മൾ മാരിനേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇതിലാണ് വേവ്. മട്ടൺ എങ്ങനെയാണ്? മട്ടൻ്റെ വേവ്? മട്ടൺ നമ്മൾ ഓയിലിൽ കവർ ചെയ്തിട്ടാണ് ഇതിൽ ഇടുന്നത്. ശരി. അതുകൊണ്ട് തന്നെ മട്ടൺ കൂടുതൽ ഡ്രൈ ആവുന്നില്ല. മട്ടൺ ആ ഒരു വെറ്റി എപ്പോഴും മട്ടനിലുണ്ട്. ശരി. മട്ടൻ്റെ ആ ഒരു ജ്യൂസാണ് അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹൈലൈറ്റ്. ഒരു ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മറ്റുള്ള പ്രിപ്പറേഷനും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ്, അത്ര ഡ്രൈ ആവാത്ത രൂപത്തിൽ മട്ടൺ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ചും കൂടി സിമ്പിളാണ്, സ്മൂത്താണ്. അത് ആ ഒരു ഫീച്ചേഴ്സ് ഇതിന് കുറേ കൂടി ഈസിയസ്റ്റ് ആക്കും, കഴിക്കുന്നത് കുറേ കൂടി ഈസി ആക്കും. ഓക്കെ. ശരി. അപ്പോൾ നമ്മൾ മട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മട്ടൺ വിഭവങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മട്ടൺ മന്തി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ മന്തിയിലേക്ക് വരികയാണെങ്കിൽ ചിക്കൻ നമ്മൾ നേരത്തെ റൈസൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയും ഇതൊക്കെ ഇട്ട് വഴറ്റി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. കുഴിയിൽ 2 മണിക്കൂറോളം വെന്തു. അതേ ഫോമിൽ അതേ ഇതിൽ തന്നെ നമ്മൾ ചിക്കൻ നമ്മൾ പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ മാരിനേഷനൊക്കെ ചെയ്തിട്ട് അതുപോലെ അതിലേക്ക് വെച്ചത്. അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ മിക്സ് ചെയ്ത് ഈ റൈസിലേക്ക് തന്നെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ചിക്കൻ മന്തി നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഒരു പുറത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ മജ്ബൂസിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു കുഴിമന്തി എന്ന് പറയുന്നത്. കുഴിമന്തി എക്സ്ട്രീമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അധികം ഓയിൽ ഉപയോഗിക്കുന്നില്ല. അതുപോലെ റൈസ് ആണെങ്കിലും ഇത് ആവിയിലാണ് വേവുന്നത്. നമ്മുടെ ഈ ചിക്കൻ വേവുന്നത് ആവിയിലാണ് വെന്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓയിൽ പോലെയുള്ള ഒരു സംഭവങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. റൈസാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിക്കൻ ഈ റൈസ് നമ്മൾ സാധാരണഗതിയിൽ എല്ലായിടത്തും റൈസ് വേവിക്കുന്നതെന്ന് വെച്ചാൽ തീയിലാണ് വേവിക്കുന്നത്. എന്നാൽ ഇത് വേവിക്കുന്നതെന്ന് വെച്ചാൽ കനലിലാണ് വേവിക്കുന്നത് അല്ലേ? കനലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. മട്ടൻ മന്തിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും അത് തന്നെയാണ് വരുന്നത്. മട്ടൻ മന്തിയിൽ നമ്മൾ ചിക്കൻ ഓപ്പണായിട്ടാണ് വെച്ചതെങ്കിലും മട്ടൺ കുറച്ച് കവർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസും സംഭവങ്ങളും ഒന്നും പോകാത്ത രീതിയിൽ വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുഴിയിലെ ഒരു ആവിയുടെ വിങ്ങലിന് പുറമെ ആ കവറിനുള്ളിൽ ഒരു വിങ്ങൽ കൂടി ഉണ്ടാവും ഇതിന് കിട്ടുന്നുണ്ട്. ശരി. അതിൻ്റെ ഉള്ളിലുള്ള കൂടുതൽ സംഭവങ്ങളും പുറത്ത് പോകുന്നു. ചിക്കനെ അപേക്ഷിച്ച് വേവാൻ സമയം കൂടുതൽ മട്ടനാണോ വേണ്ടത്? അതിലല്ല, നമ്മൾ അതായത് ഈ ആടിൻ്റെ മൂപ്പിനനുസരിച്ചാണ് നമ്മൾ മട്ടനിൽ ഏറ്റവും ഇളയ ആട്ടിൻകുട്ടികളെയാണ് മട്ടന് നമ്മൾ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് അത്തരത്തിലുള്ള മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഏറ്റവും ഇളയ ആടിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ പോലെ തന്നെ
250 ഗ്രാമിൻ്റെ പീസുകളാക്കിയിട്ട് അതിൽ പിന്നെ നമ്മൾ കുഴിയിലേക്ക് അല്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ട് ആ ഫോയിലിൽ ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ആവി ഇന്നാവാനും ഔട്ടാവാനുള്ള 2 ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ വേവുന്ന അതേ സമയം കൊണ്ട് തന്നെ നമ്മൾ മട്ടനും ഓക്കെ ശരി. അതുപോലെ അൽഫാമിലേക്ക് വരുവാണെങ്കിൽ അൽഫാം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാർക്കോളിന് നല്ല കനലിലാണ് അതും വേവിച്ചിരിക്കുന്നത്. ചുട്ടെടുക്കുക എന്ന് പറയും. അപ്പം അങ്ങനെ ചുട്ടെടുത്ത ഒരു അൽഫാം ഫോമാണ്. നമ്മുടെ കുഴിമന്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കുറച്ച് സ്പൈസി കുറവായിട്ടുള്ളതാണ്. കുറച്ച് കൂടുതൽ സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അൽഫാം കുറച്ചുകൂടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതും അതുപോലെ തന്നെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് അതുപോലെ ഫ്രൈ ചെയ്ത് കനലിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതും ഒരു ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ചിക്കൻ ഫ്രൈ പോലെയുള്ള ഐറ്റംസ് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് നമ്മുടെ അൽഫാം എന്ന് പറയുന്നത്, അല്ലേ? അതെ, മന്തി ഒരു ഹെവി ഫുഡാണെങ്കിലും പൊതുവെ മന്തി എന്ന് പറയുന്നത് ഓയിലി വളരെ ഒരു ഫാറ്റി ഫുഡല്ല. ശരി, ഹെവി ഫുഡാണെന്ന് പറയാം, പക്ഷേ ഒരു ഫാറ്റി ഫുഡല്ല. ഓക്കെ. അതുപോലെ തന്നെ മന്തിയുടെ മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു മന്തി മേടിച്ച് കഴിഞ്ഞാൽ ഒരു 4 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും, അല്ലേ? 4 പേർക്ക് നന്നായിട്ട് കഴിക്കാം. ഇവിടുന്ന് കഴിക്കുന്നവർക്ക് ഇതിന് പുറമെ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു പെർമനന്റ് ഓഫറായിട്ട് ഫുള്ള് കഴിക്കുകയാണെങ്കിൽ 4 പേർക്ക് ഇവിടെ അൺലിമിറ്റഡ് റൈസാണ്. ശരി, എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും അതും ഈ ഒരു നല്ലൊരു ഇൻഫർമേഷനാണ്. എന്തായാലും ടെക്നോ പാർക്കിനടുത്തുള്ള തിരുവനന്തപുരത്തുള്ളവർക്ക് എല്ലാവർക്കും കുഴിമന്തി ടേസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബെയ്ത്തൽ മന്തി. അതാണ് അത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് ടെക്നോ പാർക്ക് കഴിഞ്ഞിട്ട് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടെക്നോ പാർക്ക് കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ചാക്കയിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും അൽഫാം ടേസ്റ്റ് ചെയ്യാനും കുഴിമന്തി ടേസ്റ്റ് ചെയ്യാനും മട്ടൻ മന്തി ടേസ്റ്റ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബെയ്ത്തൽ മന്തിയിലെ തന്നെയായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്നാലും എത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് ഇനി എന്തായാലും ഞാൻ നേരത്തെ കുറച്ച് ടേസ്റ്റ് ചെയ്തിരുന്നു. നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നല്ലൊരു ഫീൽ ഗുഡ്, അത് നമുക്ക് നന്നായിട്ട് എനിക്കത് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിൻ്റെ റൈസിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ചിക്കൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അതുപോലെ മട്ടൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് അതിനെ ഉൾക്കൊണ്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. വളരെ നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം ഒരു ക്രൗഡഡ് ഫീലൊന്നും നമുക്ക് തോന്നത്തില്ല. എന്നാൽ അത്യാവശ്യം നല്ല ക്രൗഡുള്ള ഒരു സ്ഥലവുമാണ്. അതുപോലെ റോഡാണെങ്കിലും ഇച്ചിരി നമുക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഭയങ്കര പൊടിയും ഇതൊക്കെ പൊല്യൂഷനൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ്. പക്ഷെ അതൊന്നുമല്ല, ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ഏറ്റവും ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇവരെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം കൂടിയുണ്ട്. അത്രയും നല്ല രീതിയിലാണ്, അത്രയും ക്ലീനായിട്ട് ഹൈജീനിക്കായിട്ടാണ് ഇവിടുത്തെ ഓരോ പ്രോസസ്സും അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ ഒരു ബെയ്ത്തൽ മന്തിയിലെ ടേസ്റ്റ് എല്ലാവരും ആസ്വദിച്ച് കിടക്കുക. എന്തായാലും എല്ലാവരും ടേസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് തിരിച്ചു കാണാം. ബെയ്ത്തൽ മന്തിയിലെ രുചിക്കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. റിയൽ ന്യൂസ് കേരളയുടെ രുചി വൈവിധ്യങ്ങൾ തേടിയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നമുക്ക് വേണ്ടി പരിചയപ്പെടാനുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും നമുക്ക് ഹോട്ടലുകളും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. അതിലേക്കുള്ള യാത്രയിലേക്ക് ഞാൻ നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഇപ്പോൾ വിടവാങ്ങുന്നു. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.